പ്രിയ SSLC തുല്യത പഠിതാക്കളെ, കോളേജ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കൈകാര്യം ചെയ്യാവുന്ന വിഷയം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇംഗ്ലീഷ് ഭാഗത്തെ ഇതിനകം തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ച ചില ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉത്തരം നൽകേണ്ടതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്. ഇതിനകം തന്നെ ധാരാളം വീഡിയോകളിൽ തുല്യതാ പരീക്ഷയ്ക്ക് വേണ്ടുന്ന കുറേ ലെസൺസ് ഇതിനകം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പരീക്ഷ അടുക്കാനായ ഈ വേളയിൽ കഴിഞ്ഞ തുല്യത ഇംഗ്ലീഷ് വിഷയത്തിന് ചോദിച്ച ഓരോരോ ചോദ്യങ്ങൾ എടുത്തുകൊണ്ട് എങ്ങനെയാണ് ഉത്തരം നൽകേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്. പാഠഭാഗം എത്ര നന്നായി പഠിച്ചാലും പല വലിയ മാർക്കിനുള്ള 6 മാർക്കിനും 10 മാർക്കിനുള്ള പല ചോദ്യവും സാങ്കല്പികമായ ചില ഉത്തരങ്ങൾ എഴുതേണ്ടത് പോലെയാണ് ചോദിച്ച് കാണുന്നത്. അതുകൊണ്ട് ഓരോ വിഷയവും അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും അതിന് എങ്ങനെയാണ് ഉത്തരം നൽകേണ്ടത് എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുക എന്നാണ് ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പാഠഭാഗത്തിലെ ആദ്യ ഭാഗത്ത് ഉള്ള ദ ബേണിംഗ് ഓഫ് ദി റൈസ് ഫീൽഡ് എന്നുള്ള ഒരു ലെസണിലെ ഇതിന് മുമ്പ് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യമായി ആ ചോദ്യം എന്താണ് ചോദിച്ചതെന്ന് മനസ്സിലാക്കുക. പിന്നെ അതിന് ചോദ്യത്തോട് പൊതു സമീപനം എങ്ങനെയാണ് എന്നുള്ളതാണ്. നിങ്ങൾ പഠിച്ച അറിവ് എങ്ങനെയാണ് അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ആ ഉത്തരത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുക എന്നുള്ള ഒരു ശ്രമം ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ചോദ്യം നോക്കാം. സ്ക്രീനിൽ കാണുന്നത് പോലെ ടാഡ ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ആർ ടു അൺഫോർഗറ്റബിൾ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി The Burning of the Rice Field. Based on your reading of the story, prepare a character sketch of Tada's grandfather. അതിനകത്ത് 1-2 കഥാപാത്രങ്ങൾ മെയിനായിട്ടുള്ളൂ. അത് ടാഡയും അതിൻ്റെ ഗ്രാൻഡ് ഫാദറായ പ്രായമുള്ള ഒരാളുമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടാഡയുടെ മുത്തച്ഛൻ്റെ സ്വഭാവങ്ങൾ ക്യാരക്ടർ സ്കെച്ചാണ്. അപ്പോൾ നമ്മൾ ഈ നിങ്ങളുടെ പഠിക്കാനുള്ള കുറേ ലെസൺ ഉണ്ട്. ഈ ലെസണിൽ ഏത് പാഠത്തിലെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും സ്വഭാവം വിശേഷണങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ആ കഥ വായിക്കുമ്പം എന്തൊക്കെ സ്വഭാവ രീതികൾ സ്ഥിരമായിട്ട് പറയുന്ന സ്വഭാവ സവിശേഷതകൾ ഉണ്ടാവാം. ഉദാഹരണത്തിന് അതിന് കുറേ വാക്കുകൾ ഇങ്ങനെ പഠിച്ചു പോയാൽ മതി. ഞാനിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങൾക്കിപ്പം ഒരാളെ കുറിച്ച് പറയുമ്പോൾ അയാളുടെ വ്യക്തിത്വം, ആ കഥ മനസ്സിലാക്കിയതിന് ശേഷം അയാളുടെ വ്യക്തിത്വം എങ്ങനെയാണ്, അത് ഉദാഹരണത്തിന് ചിലപ്പം ലവബിൾ എന്നുള്ള വ്യക്തിത്വം, അങ്ങനെയുള്ള വാക്കുകൾ കുറച്ച് പഠിച്ചു പോകണം. അതായത് ലവബിൾ എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളത്, ആ സ്വഭാവം വിശേഷിപ്പിക്കുന്ന വാക്കുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ലവബിൾ എന്ന് പറയാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ സ്നേഹസമ്പന്നനായ, അല്ലെങ്കിൽ ക്രൂരൻ എന്ന് പറയാം, അല്ലെങ്കിൽ കൈൻഡ് ഹാർട്ടഡ് ദയാലുവാണെന്ന് പറയാം ഒരാളെക്കുറിച്ച്. അതുപോലെ തന്നെ കോവാർഡ് ഭീരു എന്ന് പറയാം, അല്ലെങ്കിൽ കറേജിയസ് ധൈര്യശാലി എന്ന് പറയാം, അല്ലെങ്കിൽ ഓപ്പർച്യൂണിസ്റ്റ് അവസരവാദി എന്ന് പറയാം, അല്ലെങ്കിൽ ഓൾഡ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ലേസി മടിയനായ ഒരാളെന്ന് പറയാം. അതുപോലെ തന്നെ ഡിസിപ്ലിൻ നല്ല കണിച്ചക്കാരനെന്ന് പറയാം. അതുപോലെ തന്നെ ഓപ്റ്റിമിസ്റ്റ്, അതുപോലെ ശുഭാപ്തി വിശ്വാസമുള്ള ആളെന്ന് പറയാം. അങ്ങനെ ഹാർഡ് വർക്കിംഗ് കഠിനാധ്വാനായ ആളെന്ന് പറയാം. അതുപോലെ തന്നെ പവർ ഹങ്കർ എന്ന് പറയാം, അധികാരത്തിന് കൊതിയുള്ള ആളെന്ന് പറയാം. അതൊക്കെ ഒരാളുടെ വ്യക്തിത്വം എടുത്ത് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ചില വാക്കുകളായി നമ്മളെ മനസ്സിൽ വരണം. അപ്പോൾ ഇവിടെ പറയുന്നത് നമുക്കറിയാം. മുൻ ലെസണിൽ കഥയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിനെ ആക്ടിവിറ്റി ചെയ്ത ഒരു എസ്സേ ക്വസ്റ്റ്യൻ കഥ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഥയെ അറിയാം എന്ന ഒറ്റ കാരണം കൊണ്ട് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറ്റണമെന്നില്ല. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നിങ്ങൾ കഥയുടെ കുറച്ച് ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാം. കാരണം നമുക്ക് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് 2 ലൈനിൽ എഴുതിയാൽ തീരാവുന്ന ഒരു സവിശേഷതയേ ഉണ്ടാവുള്ളൂ. പക്ഷേ കഥയോടൊപ്പം ചേർന്നുകൊണ്ട് കഥയുടെ ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത്.
അപ്പോൾ ഇവിടെ നോക്കിക്കോ, അപ്പോൾ ആൻസർ വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞു പോകുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതിൻ്റെ അത് ബാക്ക് ഭാഗത്ത് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഡിഫിക്കൽട്ട് വേർഡ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡിക്ഷണറി നോക്കി അർത്ഥം മനസ്സിലാക്കാനുള്ള സമയം സേവ് ചെയ്യാൻ വേണ്ടി ബാക്കിൽ തന്നെ ഇതിൻ്റെ ഉത്തരം കൂടി ഡിഫിക്കൽട്ട് വേർഡ്സ് കൊടുത്തിട്ട് അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ് പഠിച്ചുകൊണ്ട് ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് ഹൃദയസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ നോക്കുക. അപ്പോൾ ബേണിംഗ് ഓഫ് ദ റൈസ് ഫീൽഡ് ഈസ് എൻ ഓൾഡ് സ്റ്റോറി ഫ്രം ജപ്പാൻ അബൌട്ട് എൻ ഓൾഡ് മാൻ. ഇത് പാഠഭാഗത്ത് തന്നെ ഉള്ള ലെസൻ്റെ ലൈൻസാണ്. അത് നോക്കാം. ഒരു ഓൾഡ് മാനെ കുറിച്ച് പറയുന്ന കഥയാണ്. ദ ഫാർമർ പ്ലേസ് എ സെൻട്രൽ റോൾ ഇൻ ദി സ്റ്റോറി. ഈ കർഷകൻ ഈ കഥയിലെ പ്രധാന ഭാഗം നിർവഹിക്കുന്നു. ദ ഓൾഡ് മാൻ വാസ് സേവിങ് ദി വില്ലേജേഴ്സ് ലൈഫ് ഫ്രം ദി ഡേഞ്ചർ ഓഫ് എ സുനാമി. ഒരു സുനാമിയിൽ നിന്നും ഓൾഡ് മാനെ രക്ഷിക്കുന്നത് ഈ വ്യക്തിയാണ്. ഹി ഈസ് പോർട്രേഡ് ആസ് എ ഡീപ്ലി തോട്ട്ഫുൾ ഒബ്സർവർ ആൻഡ് സെൽഫ്ലെസ് മാൻ. അയാളെപ്പോഴും നല്ല ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന ഒരു നിസ്വാർത്ഥനായ ഒരു മനുഷ്യനായിരുന്നു. ഹി വാസ് എ മാൻ വിത്ത് ട്രഡീഷണൽ വാല്യൂസ് ഓഫ് വിസ്ഡം, സാക്രിഫൈസസ് ആൻഡ് കമ്മ്യൂണിറ്റി സ്പിരിറ്റ്. അവനെപ്പോഴും പരമ്പരാഗതമായ പല മൂല്യബോധവും അറിവും അതുപോലെ തന്നെ ത്യാഗസന്നദ്ധതയും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഫ്രം ഹിസ് ലൈഫ് എക്സ്പീരിയൻസസ് ഹി കുഡ് ഫോർസീ ദ വാർണിംഗ് ഓഫ് ആൻ ഇംപെൻഡിങ് സുനാമി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നും അദ്ദേഹത്തിന് സുനാമിയുടെ വരവിൻ്റെ ലക്ഷണങ്ങൾ പോലും മുൻകൂട്ടി കാണാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദോ ഹി ലവ്ഡ് ദി റൈസ് ഫീൽഡ് ഡിയർലി ഹി ഈസ് റെഡി ടു ബേൺ ദം ഫോർ ദി ലൈഫ് ഓഫ് അതേഴ്സ്. അദ്ദേഹത്തിൻ്റെ ഈ റൈസ് ഫീൽഡുകൾ അദ്ദേഹത്തിൻ്റെ സ്വത്ത്, അദ്ദേഹത്തിന് ഭക്ഷണം നൽകുന്ന വയലേലകൾ അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹത്തിന് അത് വേണ്ടെന്ന് വെച്ചു. മറ്റുള്ളവരുടെ ജീവിതം രക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി. ഇറ്റ് ഷോസ് ദാറ്റ് ഹി വാസ് സെൽഫ്ലെസ്. അത് കാണിക്കുന്നത് അവൻ നിസ്വാർത്ഥനാണെന്നുള്ളതും അവൻ ധീരനായ ഒരാളാണെന്നുള്ളതാണ്. ഹി ഷോഡ് ഹിസ് വില്ലിങ്നെസ് ടു ഗിവ് അപ്പ് വെൽത്ത് ഫോർ ദി ഗ്രേറ്റർ ഗുഡ്. അദ്ദേഹം സന്നദ്ധത ഏത് കാര്യത്തിൽ കാണിച്ചു? അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഉപേക്ഷിക്കാൻ പോലും തയ്യാറുള്ള സന്നദ്ധത അത് കാണിച്ചു, മറ്റുള്ളവരെ നല്ല ലക്ഷ്യത്തിന് വേണ്ടി, നല്ല നേട്ടത്തിന് വേണ്ടി. ഹിസ് കമാൻഡിങ് പവർ വാസ് റിമാർക്കബിൾ. അദ്ദേഹത്തിൻ്റെ ആജ്ഞാശക്തി എടുത്തു പറയേണ്ടത് ഒന്നാണ്. ദാറ്റ് ഈസ് വൈ ഹിസ് ഗ്രാൻഡ് സൺ ബ്രോട്ട് ദി ബ്രാൻഡ് ആൻഡ് എനേബിൾഡ് ദി ഗ്രാൻഡ് ഫാദർ ടു സെറ്റ് ദി ഫയർ ടു ഡ്രൈ ദി പാഡി ഫീൽഡ്. അതുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദറിന് ഉത്തരവിടുമ്പോൾ തന്നെ മകൻ പേടിച്ചുകൊണ്ട് എടുത്തുകൊണ്ടുവരികയും അങ്ങനെ ഈ പാഡി ഫീൽഡിന് തീയിടാൻ കളമൊരുക്കുകയും ചെയ്തത്. ആസ് ആൻ എൽഡർലി മാൻ ഇൻ ദി വില്ലേജ് ഹി വാസ് റെസ്പെക്റ്റഡ് ബൈ ഓൾ. ഒരു പ്രായമുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ടിരുന്നു, എല്ലാവരാലും ഇഷ്ടപ്പെട്ടിരുന്നു. ഹിസ് ആക്ഷൻസ് ഇൻസ്പയേഴ്സ് others, show how his leadership takes a sudden decision in times of crisis. അദ്ദേഹത്തിൻ്റെ ഹിസ് ആക്ഷൻ ഇൻസ്പയർസ് അതേഴ്സ്, മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ. പലപ്പോഴും അദ്ദേഹം ഒരു മാതൃകാപരമായ നേതൃത്വ ഗുണമുള്ള വ്യക്തിയാണ്. പല പ്രതിസന്ധി ഘട്ടത്തിലും എങ്ങനെയാണ് പെട്ടെന്ന് സഡനായി തീരുമാനമെടുക്കേണ്ടതെന്നുള്ള ഒരു കഴിവ് അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ തെളിയിച്ചു. ടാഡാസ് ഗ്രാൻഡ് ഫാദർ വാസ് വെരി ലവബിൾ. ടാഡയുടെ ഗ്രാൻഡ് ഫാദർ വളരെയധികം സ്നേഹനിധിയായിരുന്നു, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ വില്ലേജേഴ്സിനോട്. അതുകൊണ്ട് തന്നെ ദെയർഫോർ ഹി വാസ് കൺസേൺഡ് ഫോർ ദെയർ സേഫ്റ്റി. അതുകൊണ്ട് തന്നെ അവരുടെ ക്ഷേമത്തിന് വേണ്ടി അയാൾ നിലകൊണ്ടു. ഹി വാസ് വെരി ഐഡിയൽ ഓഫ് സെൽഫ് സാക്രിഫൈസ് ഫോർ ദി വില്ലേജ് ഓഫ് അതേഴ്സ്. അദ്ദേഹം മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി സ്വന്തം ത്യാഗം ചെയ്ത ഒരു മാതൃകാ പുരുഷനായ ഒരാളായിരുന്നു ആ ടാഡയുടെ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വായിച്ചുകൊണ്ട് പാരഗ്രാഫ് എഴുതിയാൽ മതി. 6 മാർക്കിനോ 5 മാർക്കിനോ ഇത്തരത്തിൽ ചോദ്യം ചോദിക്കാം. ഈ ഒരു കാര്യം തന്നെ എസ്സേയിൽ ചോദിക്കുമ്പോഴും നിങ്ങൾ ഉൾപ്പെടുത്തി പഠിച്ചാൽ എസ്സേ ചോദിക്കുമ്പോഴും ഈ ഭാഗങ്ങൾ പലപ്പോഴും എസ്സേയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതിലെ ഡിഫിക്കൽട്ട് വേർഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വായിച്ചാൽ മനസ്സിലാവുമെന്ന് വിചാരിച്ചാൽ ജസ്റ്റ് വായിച്ചു പോകാം. അൺഫോർഗറ്റബിൾ, മറക്കാനാവാത്ത. പോർട്രേ, വരച്ച് കാണിക്കുക. ഒബ്സർവറൻറ്റ്, നിരീക്ഷണ പാഠവുമുള്ള. സെൽഫ്ലെസ്, നിസ്വാർത്ഥമായ. ട്രഡീഷണൽ, പരമ്പരാഗതമായ. വാല്യൂസ്, മൂല്യങ്ങൾ. സാക്രിഫൈസ്, ത്യാഗം. ഇംപെൻഡിങ്, വരാൻ പോകുന്ന. വില്ലിങ്നെസ്, സന്നദ്ധത. ഇൻസ്പയർ, പ്രചോദനം നൽകുക. കൺസേൺ, ഉത്കണ്ഠയുണ്ടാക്കുക. ഇതുമാത്രം തൽക്കാലം ഇതുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ
ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത്തരത്തിലുള്ള പരീക്ഷ അടുക്കുന്ന സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള ഓരോരോ വീഡിയോ നിങ്ങൾക്ക് നൽകുന്നതാണ്. എല്ലാവരും ഇത് മനസ്സിലാക്കിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും പഠിതാൾക്ക് ഒരു വിജയാശംസകൾ നേർത്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.